വാർത്ത. ശബരിമലയിൽ നിന്ന് മോഷ്ടിച്ച സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയത് കൽപേഷനെന്ന് ഹൈക്കോടതി ഉത്തരവിൽ പരാമർശം. 2019 ഒക്ടോബർ 10 കൽപേഷന്റെ പക്കലെത്തിയത് 474.9 ഗ്രാം സ്വർണമാണ് എന്നും പരാമർശമുണ്ട്. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി. വിഷ്ണു, ആരാണ് ഈ കൽപേഷ്? കൂടുതൽ കോടതി ഉത്തരവിന്റെ പരാമർശങ്ങളൊക്കെ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ടല്ലോ, വിശദാംശം. അനുജ, ഇന്ന് പറഞ്ഞ കോടതി പറഞ്ഞ ഇടക്കാല ഉത്തരവിന്റെ പകർപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും ദുരൂഹമായി നിൽക്കുന്ന പേരുകളിൽ ഒന്ന് കൽപേഷിന്റെ പേരാണ്. അതായത് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ശേഷം കൽപേഷിന്റെ പക്കലാണ് ബാക്കി വന്ന 497 ഗ്രാം സ്വർണം അത് സ്മാർട്ട് ക്രിയേഷൻസ് കൈമാറിയത്. അത് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞതനുസരിച്ച് കൽപേഷ് എത്തി എന്നാണ് ഇതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. വിജിലൻസിന്റെ കണ്ടെത്തലാണത്. 2019 മാർച്ച് മാസത്തിൽ 2019 ഓഗസ്റ്റ് മാസത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്മാർട്ട് ക്രിയേഷൻസിനെ സമീപിക്കുന്നത്. മാർച്ച് മാസത്തിൽ ഈ ശ്രീകോവിലിന്റെ വാതിൽ അതിൽ സ്വർണം പൂശുന്നതിന് വേണ്ടിയും 2019 ഓഗസ്റ്റ് മാസത്തിൽ ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൂശുന്നതുമായി ബന്ധപ്പെട്ടാണ്. ഇതിൽ രണ്ടിലും സ്വർണം മിച്ചം വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ദ്വാരപാലക ശില്പത്തിലെ സ്വർണത്തിൽ മിച്ചം വന്നതാണ്. അത് 497 ഗ്രാമോളം മിച്ചം വന്നിട്ടുണ്ട്. ആ മിച്ചം വന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിലേക്ക് എത്തിയിട്ടുണ്ടാകാം. പക്ഷെ അത് ദേവസ്വം ബോർഡിന് നൽകാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി തയ്യാറായിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം ദേവസ്വം ബോർഡിനെ കൂടി കോടതിയുടെ ഉത്തരവ് പ്രതിക്കൂട്ടിൽ നിർത്തുന്നുണ്ട്. അത് 2019 എടുത്ത തീരുമാനവുമായി ബന്ധപ്പെട്ടാണ്. നേരത്തെ അതിന്റെ ഉത്തരവുകളൊക്കെ പുറത്തു വന്നിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയ ദ്വാരപാലക ശില്പങ്ങൾ അത് കോപ്പർ ഗ്ലാഡഡ് എന്നാണ് എഴുതിയിരുന്നത്. അത് ഗുരുതരമായ കുറ്റമാണ്. അത് BNS പ്രകാരം ക്രിമിനൽ കുറ്റമാണ് തുടങ്ങിയ കാര്യങ്ങളാണ് നിലവിൽ ഇപ്പോൾ ഈ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്. ഉത്തരവിന്റെ പൂർണ്ണ വിശദാംശങ്ങൾ അല്പസമയത്തിനകം തന്നെ ലഭ്യമാക്കാം. അനുജ, സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയത് കൽപേഷിനാണ് എന്നത് അത് ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തലാണ്. ആ പരാമർശം ഇപ്പോൾ കോടതിയുടെ ഉത്തരവിൽ വന്നിട്ടുണ്ട്. ഒപ്പം കൂടുതൽ വിശദാംശങ്ങൾ അതാണ് വിഷ്ണു സുരേഷ് നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.